നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സുജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച വിഷയം കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 3, 4 പാദം, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദ നക്ഷത്ര ജാതകരുടെ 2026 ആണ്ട് ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാരുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു കുംഭക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയാകുന്നതെന്ന് ചോദിച്ചാൽ, ഏതൊരു കുംഭക്കൂറുകാരൻ്റെയും ജാതകമനുസരിച്ച് 2026 ആണ്ടിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കാം. ചരരാശി ഗ്രഹസ്ഥിതി പ്രധാനപ്പെട്ടത് നോക്കിയാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കേതു 7-ലും രാഹു ജന്മത്തിലും വ്യാഴം 5, 6 ഭാവങ്ങളിലും ശനി 2-ലും നിൽക്കുന്നു. 7ര ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ കടന്നു. നമ്മളാദ്യം ഇവിടെ നോക്കുന്നത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 3, 4 പാദ നക്ഷത്ര ജാതകരുടെ 2026 ആണ്ട് എങ്ങനെയൊക്കെയുള്ള ഫലങ്ങളായിരിക്കുമെന്നാണ്. ഈ ഒരു വാർഷിക ഫലം പറയുമ്പോൾ വർഷത്തെ നമ്മൾ രണ്ടായിട്ട് ഭാഗിക്കുകയാണ്. അതായത് 2026 ജനുവരി 1 തീയതി മുതൽ മെയ് മാസം 30 വരെയുള്ള 1-ാം ഘട്ടം. ഈ 1-ാം ഘട്ടത്തിൽ അവിട്ടം 3, 4 പാദ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവാഹ വിഷയത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടാകാൻ ഇടയുണ്ട്. പ്രത്യേകിച്ച് മക്കളുടെ വിവാഹ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടാകാനിടയുള്ളൊരു കാലഘട്ടമാണ്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ഉന്നതിയോ തൊഴിൽ ലാഭമോ ധനലാഭമോ പ്രതീക്ഷിക്കാം. സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ്. വിവാഹ വിഷയത്തിലുള്ള ഒരു തീരുമാനം തീർച്ചയായിട്ടും ഉണ്ടാകും. വേർപിരിഞ്ഞ് കഴിയുന്ന ദമ്പതികളെ സംബന്ധിച്ച് ഒരുമിച്ച് ചേരുവാൻ തക്ക വിധത്തിൽ ചില ക്രമീകരണങ്ങൾ വന്ന് ഭവിക്കുന്നതാണ്. ധനധാന്യ സമൃദ്ധിയും പുത്ര സുഖപ്രാപ്തിയും പ്രതീക്ഷിക്കാം. വിഷജന്തുക്കൾ അല്ലെങ്കിൽ അഗ്നി, വൈദ്യുതി എന്നിവയിലൂടെയുള്ള ഭയം കരുതിയിരിക്കേണ്ടതാണ്. ബന്ധുനാശം പ്രതീക്ഷിക്കാം. യാത്രാക്ലേശവും ചിന്താക്ലേശവും ഉണ്ടാകും. ദാമ്പത്യപരമായിട്ടുള്ള കലഹം ഉണ്ടാവാതിരിക്കാൻ വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ്. യാത്രയിൽ ക്ലേശ അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. ധനനഷ്ടമോ അപമാനമോ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടുണ്ടാവാം. വിവാഹ വിഷയത്തിൽ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ വരാനിടയുണ്ട്. പങ്കാളിത്ത ഏർപ്പാടിൽ നഷ്ടം സംഭവിക്കുവാനും സാധ്യതയുണ്ട്. ഇടകശനി തീരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ധനപരമായിട്ടുള്ള ദുർവ്യയങ്ങളും കുടുംബപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളും തസ്കര സ്വഭാവമുള്ളവരിൽ നിന്നും ചൂഷണത്തിന് വിധേയമാകുന്ന അവസ്ഥയും വാക്കുകൾ കൊണ്ട് ദോഷവും കലഹവും വേണ്ടപ്പെട്ടവരുടെ വിയോഗവും സംഭവിക്കാം. സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് കടബാധ്യതകളും ശത്രുശല്യവും വർദ്ധിക്കാനിടയുണ്ട്. അലച്ചിലുണ്ടാകുവാനിടയുണ്ട്. രോഗപീഠയും കാര്യവിഘ്നവും സൽക്കർമ്മനാശവും സംഭവിക്കുവാനുള്ള സാധ്യതയും വളരെയേറെ കൂടുതലായിട്ടാണ് കാണുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ഇവർക്ക് ലഭിക്കുന്നത് 2026 ജനുവരി മാസം 1 തീയതി മുതൽ മെയ് മാസം 30 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ വിവാഹ വിഷയങ്ങളിലുള്ള തീരുമാനമൊക്കെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് പോകണം. ഏതൊരു നല്ല കാര്യം ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്ത് മാറ്റിക്കണം. ഈ കാലഘട്ടത്തിൽ ഗുണകരമായിട്ടുള്ള മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കുങ്കുമാർച്ചന, ഗുരുപുഷ്പാഞ്ജലി തുടങ്ങിയവയും ശനിയാഴ്ച ദിവസം രാഹുർകാല സമയത്ത് രാഹു ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിയുന്നത്ര വഴിപാടുകളും, ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുകയും കാക്കയ്ക്ക് എള്ളും ധൈര്യം കലർത്തി ചോറ് കൊടുക്കുകയും അസ്തമയശേഷം ശാസ്താവിന് നീരാജനം സമർപ്പിക്കുകയും ചെയ്യുന്ന വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് 2026 ജൂൺ മാസം 1 തീയതി മുതൽ ഡിസംബർ മാസം 30 വരെ അവിട്ടം 3, 4 പാദ നക്ഷത്ര ജാതകർക്കുള്ള ഗുണദോഷ ഫലങ്ങൾ. അത് ഇച്ചിരി പ്രശ്നമാണ്. കാരണം ജനുവരി മാസം 2026 ജനുവരി മാസം 1 തീയതി മുതൽ ഏകദേശം മെയ് മാസം അവസാനം വരെയുള്ള
കുറച്ച് ഗുണഫലങ്ങൾക്ക് കൂടെ മങ്ങലേൽക്കുന്ന തരത്തിലാണ് ജൂൺ മാസം 1-ാം തീയതി മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടങ്ങളിൽ വരുന്ന അനുഭവങ്ങൾ. അതിൽ സാമ്പത്തിക വിഷയങ്ങളെ ആശ്രയിച്ചും അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളെ ആശ്രയിച്ചുമൊക്കെ ശത്രുശല്യം വർദ്ധിക്കാനിടയുണ്ട്. അലച്ചിൽ വർദ്ധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള രോഗഭയം വർദ്ധിക്കുവാനും കാര്യവിഘ്നങ്ങൾക്കും സൽക്കർമ്മനാശങ്ങൾക്കും സാധ്യതയുണ്ട്. അപ്പോൾ കാലം 2026 ജനുവരി മുതൽ മെയ് മാസം വരെയാണ് ഇവർക്ക് നല്ല സമയം. ജൂൺ മാസം മുതൽ ഡിസംബർ വരെ അത്ര നന്നല്ല. അപ്പം ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ദോഷപരിഹാരം ചെയ്യുമ്പോൾ വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അവരവരുടെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ദോഷപരിഹാരങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അടുത്തത് ചതയ നക്ഷത്രകാലം. ചതയ നക്ഷത്രയാതിരെ സംബന്ധിച്ച് 2026 ഫലം പറയുമ്പോൾ 2026 ജനുവരി മാസം മുതൽ മെയ് മാസം 30-ാം തീയതി വരെയുള്ള കാലഘട്ടം ഇവരെ സംബന്ധിച്ച് ഏറെക്കുറെ ഗുണപ്രദമാണ്. അതിലെടുത്തു പറയേണ്ടത് മക്കളുമായി ബന്ധപ്പെട്ട് ഉള്ള ധനലാഭമാണ്. മക്കൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകാനുള്ള സന്താന ഭാഗ്യം തന്നെ വന്നേക്കാം. തൊഴിലിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അവ പരിഹരിച്ചുകൊണ്ട് തൊഴിൽ മേഖല ഏകദേശം ക്രമപ്പെടുത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. മക്കളുടെ വിവാഹ വിഷയത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ധനധാന്യ സമൃദ്ധിയും പുത്ര സുഖപ്രാപ്തിയും പ്രതീക്ഷിക്കണം. അതായത് 2026 ജനുവരി മാസം മുതൽ മെയ് മാസം 30-ാം തീയതി വരെ ചതയ നക്ഷത്രക്കാർക്ക് ഏകദേശം അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. എന്നാൽ ഈ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണെന്ന് പറയുമ്പോഴും ശനിയുടെ 2ലെ സ്ഥിതി, 7ലെ ശനിയുടെ അവസാന പാദമാണെന്നുള്ള ഓർമ്മ വേണം. 7ലെ ശനിയുടെ അവസാന പാദമായതുകൊണ്ട് തന്നെ ധനപരമായിട്ടുള്ള നാശങ്ങൾ, തസ്കര സ്വഭാവമുള്ളവരുടെ ശല്യം, വാക്കുകൾ കൊണ്ട് ദോഷം സംഭവിക്കുക, അതുപോലെ തന്നെ കലഹം, വേണ്ടപ്പെട്ടവരുടെ വിയോഗം, ദാമ്പത്യ കലഹം, യാത്രാക്ലേശം, ധനനഷ്ടം, അപമാനം, വിവാഹ വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ, പങ്കാളിത്ത ഏർപ്പാടിൽ നഷ്ടം, അഗ്നിഭയം, വിഷജന്തുക്കളിൽ നിന്നോ അതല്ലെങ്കിൽ വൈദ്യുതി, അഗ്നി എന്നിവയിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ഭയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബന്ധുനാശം, യാത്രാക്ലേശം, ചിന്താക്ലേശം, ഇങ്ങനെയുള്ള ബലങ്ങൾക്കും സാധ്യതയുണ്ട്. ചതയ നക്ഷത്രയാതിരെ സംബന്ധിച്ച് പറഞ്ഞാൽ 2026 ജനുവരി മാസം മുതൽ 2026 മെയ് മാസം 30-ാം തീയതി വരെയുള്ള കാലഘട്ടം ഇവരെ സംബന്ധിച്ച് സാമാന്യേന ഗുണഫലങ്ങളാണ്. ചെറിയ ചെറിയ ദോഷഫലങ്ങൾ ഇല്ലെന്നല്ല. എന്നാലും 7ലെ ശനി തീരുന്ന കാലഘട്ടമൊക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ മെയ് മാസം 30-ാം തീയതി വരെയുള്ളത് ഏകദേശം നല്ല സമയമാണ്. ഈ കാലഘട്ടത്തിൽ തൊഴിൽ മാറാനുണ്ടെങ്കിൽ മാറിക്കോണം. അതുപോലെ തന്നെ വിവാഹം നടത്താനുണ്ടെങ്കിൽ നടത്തിക്കോണം. സാമ്പത്തികമായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോണം. ശത്രുക്കളുമായിട്ട് എന്തെങ്കിലും പ്രശ്നത്തിന് സന്ധിയാകാനുണ്ടെങ്കിൽ സന്ധിയായിക്കോണം. ഏതൊരു നല്ല കാര്യവും ചെയ്തു കൊള്ളണം. ഈ കാലഘട്ടത്തിൽ, അതായത് 2026 ജനുവരി മുതൽ മെയ് മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ ഇവർ ചെയ്യേണ്ടുന്ന ദോഷപരിഹാരം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക, ദുർഗാദേവി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകളും, ശനിയാഴ്ച ദിവസം രാഹുർകാല സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും നീല നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടും സർപ്പക്ഷേത്രത്തിലോ രാഹുർ ക്ഷേത്രത്തിലോ വഴിപാടുകളും ദർശനവും, ശനിയാഴ്ച ദിവസം കാക്കയ്ക്ക് എള്ളും തേനും കലർത്തി ചോറ് കൊടുക്കുക, നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക, അസ്തമയ ശേഷം ശാസ്താവിന് ക്ഷേത്രത്തിൽ നീരാജനം സമർപ്പിക്കുക എന്നീ വഴിപാടുകളും ചെയ്തു കൊള്ളണം. ഇനി ചതയ നക്ഷത്രയാതിരുടെ 2026 ജൂൺ മാസം മുതൽ ഡിസംബർ മാസം അവസാനം വരെയുള്ള ഫലങ്ങൾ ശ്രദ്ധിച്ചാൽ മെയ് മാസം വരെ ഉണ്ടായിരുന്ന ഗുണഫലങ്ങൾക്ക് മങ്ങലേൽക്കുന്ന തരത്തിലാണ് ജൂൺ മാസം മുതലുള്ളൊരു ഗ്രഹസ്ഥിതി വരുന്നത്. ജൂൺ മാസം മുതലുള്ള ഗ്രഹസ്ഥിതിയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് ശത്രുശല്യമുണ്ടാകും. സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ചാണെങ്കിലും മറ്റേതെങ്കിലും രഹസ്യ ഏർപ്പാടുകളെ സംബന്ധിച്ചാണെങ്കിലും ശത്രുക്കൾ ഒളിഞ്ഞിരുന്നും തെളിഞ്ഞിരുന്നും ശത്രുക്കളുടെ ആക്രമണത്തെ ഭയക്കേണ്ടതുണ്ട്. പല കാര്യങ്ങളും നടത്തി കിട്ടുവാനുള്ള ശ്രമം അലച്ചിലിൽ കലാശിക്കാനുണ്ടായിട്ട്, അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള രോഗദുരിതങ്ങൾ, പ്രത്യേകിച്ച് ഷുഗർ പോലെയുള്ള രോഗദുരിതങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും ഒരു കാര്യ തടസ്സം വന്ന് ഭവിക്കാനിടയുണ്ട്.
സൽക്കർമ്മങ്ങൾക്ക് നാശം സംഭവിക്കുക. നാളിതുവരെ ആർജിച്ച പുണ്യപ്രവർത്തികൾ പോലും ക്ഷയിച്ചു പോകുന്ന തരത്തിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടും വന്നേക്കാം. ദോഷപരിഹാരമായിട്ട് 2026 ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെ വ്യാഴാഴ്ച തോറും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തിൽ പ്രാധാന്യം കൊടുക്കുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് പോരുരുട്ടാതി 1, 2, 3 പാദനക്ഷത്രയാത്രയുടെ 2026 ഫലങ്ങളാണ്. പോരുരുട്ടാതി 1, 2, 3 പാദനക്ഷത്രയാത്രക്കും 2026 ജനുവരി മാസം മുതൽ മെയ് മാസം 30 വരെയുള്ള കാലഘട്ടത്തിൽ ധനലാഭം പ്രതീക്ഷിക്കാം, തൊഴിൽ ഭാഗ്യം പ്രതീക്ഷിക്കാം, തൊഴിലിൽ ഉന്നതി പ്രതീക്ഷിക്കാം, സന്താന ഭാഗ്യം പ്രതീക്ഷിക്കാം, സന്താനങ്ങൾക്ക് തൊഴിൽ കിട്ടുക, സന്താനങ്ങൾക്ക് വിവാഹം നടക്കുക തുടങ്ങിയിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാൽ പോലും അത് പരിഹരിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഉത്തമ വിവാഹലബ്ധി ഉണ്ടാകും. ധനധാന്യ സമൃദ്ധിയും പുത്രസുഖപ്രാപ്തിയും ഉണ്ടാകും. അതോടൊപ്പം തന്നെ വിഷയന്തുക്കളിൽ നിന്നോ അഗ്നി, വൈദ്യുതി എന്നിവയിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഭയം ഉണ്ടാകാം. ബന്ധുനാശം സംഭവിക്കാം. യാത്രാക്ലേശവും ചിന്താക്ലേശവും ഉണ്ടാകാം. ദാമ്പത്യപരമായിട്ട് സ്വരച്ചേർച്ചക്കുറവ് വരാനിടയുണ്ട്. യാത്രാവേളകളിൽ ബുദ്ധിമുട്ടുണ്ടാകാതെ ശ്രദ്ധിക്കുക. ധനനഷ്ടം വരുത്തുന്ന ഇടപാടുകളിൽ നിന്നും പിന്തിരിയുക. അപമാന സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അവനവന് യോജിക്കുന്ന ചെല്ലാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രം ചെല്ലുക. വേണ്ടെന്ന അഭിപ്രായം മാത്രം പറയുക. വിവാഹ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരാനും പങ്കാളിത്ത ഏർപ്പാടിൽ നഷ്ടം സംഭവിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഏഴരശ്ശേരിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ധനനാശം, തസ്കരഭയം, വാഗ്ദോഷം, കലഹം, വിയോഗം, ഏതെങ്കിലും തരത്തിലുള്ള അപകടം, വീഴ്ചകൾ എന്നിവയും സംഭവിക്കാനിടയുണ്ട്. അതുകൊണ്ട് 2026 ജനുവരി മാസം മുതൽ മെയ് മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. കാക്കയ്ക്ക് എള്ളും തേനും കലർത്തി ചോറ് കൊടുക്കുക. അസ്തമയശേഷം ശാസ്താവിങ്കിൽ നീരാജനം സമർപ്പിക്കുക. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക. നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാട് സമർപ്പിക്കുക. ചൊവ്വാഴ്ച ദിവസം ചുവപ്പും കറുപ്പും ഇടകലർ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക. ഇനി 2026 ജൂൺ മാസം 1 മുതൽ ഡിസംബർ മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ ഈ പോരുരുട്ടാതി 1, 2, 3 നക്ഷത്രയാത്രയെ സംബന്ധിച്ച് പറഞ്ഞാൽ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും ധനസമ്പാദന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും ശത്രുശല്യം വർദ്ധിക്കാനിടയുണ്ട്. അലച്ചിരി വർദ്ധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള രോഗഭയം വരും. കാര്യവിഘ്നങ്ങളും സൽക്കർമ്മനാശങ്ങളും, മാനസികമായിട്ട് ടെൻഷൻ, കുടുംബകലഹം, സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകൾ വർദ്ധിക്കുക തുടങ്ങിയിട്ടുള്ള ഫലങ്ങൾക്കാണ് സാധ്യത. അതായത് 2026 ജനുവരി മാസം മുതൽ മെയ് മാസം വരെ ഉണ്ടായിരുന്ന ഒരു ഭാഗ്യത്തിൻ്റെ കടാക്ഷം 2026 ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ മങ്ങലേൽക്കുന്നു. അതായത് ഭാഗ്യ കടാക്ഷത്തിന് മങ്ങലേൽക്കുന്നു. ഭാഗ്യ കടാക്ഷത്തിന് മങ്ങലേൽക്കുമ്പോൾ സംഭവിക്കാവുന്ന എല്ലാ തരത്തിലുള്ള നിരാശകളും കാര്യതടസ്സങ്ങളും അലസതകളും അലച്ചിലും ഒക്കെ വർദ്ധിക്കും. അപ്പോൾ 2026 ജൂൺ മാസം 1 മുതൽ ഡിസംബർ മാസം വരെ പരിഹാരത്തിൻ്റെ കൂടെ മറ്റൊന്നുകൂടെ ചേർക്കണം. വ്യാഴാഴ്ച തോറും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. മഞ്ഞൾ പ്രസാദം ധരിക്കുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക, പ്രാർത്ഥിക്കുക. എന്തായാലും വളരെയേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഇവർ കടന്നു വരുന്നത്. അതിൽ നിന്നൊരു മോചനം കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലുണ്ടായിരുന്നു. വീണ്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങളിലേക്ക് തന്നെ കുറച്ചു കാലം കൂടെ നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം അവർക്ക് വരുന്ന രാശിമാറ്റങ്ങൾ അവരെ രാജകീയ സുഖഭോഗങ്ങളിലേക്ക് നയിക്കുന്നതായിരിക്കും എന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.